ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 45 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നമായിരിക്കും അല്ലേ മുഖത്തെ ചുളിവുകൾ. ചില ആൾക്കാർക്ക് കണ്ണിനടിയിലുള്ള പാടുകളായിരിക്കാം, വരണ്ടു പോയതും മങ്ങിപ്പോയതുമായ ഫേസിലെ സ്കിന്നായിരിക്കാം. ഇഷ്ടപ്പെട്ടു പോയതിന് നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ. നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സുന്ദരിയാകുകയാണ് ചെയ്യേണ്ടതല്ലേ. അതിനു വേണ്ടിയിട്ട് കൂടുതൽ സെൽഫ് കെയറും നമ്മൾ ചെയ്യേണ്ടി വരും. അത് നമ്മൾ വില കൂടിയ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കെമിക്കൽസ് കൂടുതലുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യണമെന്നോ ഒന്നുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അതായത് സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ടല്ലേ. ആ പ്രകൃതി തന്ന ചില ഐറ്റംസ് നമ്മുടെ മുഖത്തെ പാടുകൾ മാറ്റുകയും മുഖത്തെ ചുളിവുകൾ കുറയ്ക്കുകയും റിങ്കിൾസ് കുറയ്ക്കുകയും സാഗിങ് കുറയ്ക്കുകയും എല്ലാം സഹായിക്കുന്ന കുറച്ച് സാധനങ്ങളാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ആൻറ്റി ഏജിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണേ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഞാൻ ഇടുന്നത് ഹെയർ റിലേറ്റഡ് ടിപ്സും അതുപോലെ തന്നെ കുറച്ച് ആൻറ്റി ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടിപ്സൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ, അതായത് ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിന്ന് നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരെങ്കിലും വിചാരിക്കും അല്ലേ, ഇനി ഈ പ്രായത്തിൽ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്, ഭംഗിയായിട്ട് ഒരുങ്ങി നടന്നില്ല, അതായത് മേക്കപ്പ് ഒക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഒരുങ്ങി നടക്കണം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഈ ആളുകൾ എന്തൊക്കെ വിചാരിക്കുമെന്ന് നിങ്ങൾ പറയുമ്പോൾ, ഈ ആളുകൾ ആരൊക്കെയാണ്? ഈ ആളുകളെന്ന് പറയുന്നവർ ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ നന്നായിട്ടിരിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അല്ലാതെ കുറ്റം പറയുന്ന, അതായത് കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടാണ് കേട്ടോ. അത് അവരുടെ പ്രശ്നമാണ്, നമ്മളുടെ പ്രശ്നമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണല്ലേ. ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് നമ്മൾ സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്തി ജീവിക്കണം. അവിടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ മാത്രം നഷ്ടമാണ് കേട്ടോ. ഈ ആളുകളുടെ നഷ്ടമല്ല, അത് നമ്മളുടെ മാത്രം നഷ്ടമാണ്. കുറ്റം പറയുന്ന ആൾക്കാരും മരിച്ചു പോവും, അതുപോലെ തന്നെ നമ്മളും മരിച്ചു പോവും. പക്ഷെ മരിക്കാത്ത കുറച്ച് സഫലമാവാത്ത കുറച്ച് ആഗ്രഹങ്ങളാണല്ലേ, അല്ലെങ്കിൽ സ്വപ്നങ്ങളാണ്. അങ്ങനെ ആയി തീരേണ്ടതുണ്ടോ നമ്മുടെ ആഗ്രഹങ്ങൾ? മറ്റൊരാളെ ഉപദ്രവിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സങ്കടം വരാത്ത രീതിയിലാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ, അതായത് നമ്മുടെ സന്തോഷങ്ങളെങ്കിൽ നമ്മൾ അത് ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത് കേട്ടോ. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ജീവിത രീതികളും അനുസരിച്ച് അത് ജീവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് നമ്മൾ മറ്റുള്ള ആൾക്കാർ, അതായത് കാഴ്ചക്കാർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് മാറ്റിവെക്കേണ്ട കാര്യമില്ല. ഈ പ്രായമാകുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ് ആണല്ലേ. പക്ഷേ ഈ പ്രായത്തിൻ്റെ അടയാളങ്ങൾ എപ്പോൾ കടന്നു വരണം എന്നുള്ളത് നമ്മൾ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിന് നമ്മൾ ലക്ഷങ്ങളോ കോടികളോ മുടക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീട്ടിലുള്ള 4 മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കി നോക്കാം കേട്ടോ. ഇത് വെറുമൊരു ഫേസ് പാക്ക് അല്ല കേട്ടോ, നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് തന്നെ നമുക്കിതിനെ പറയാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ സാധനം എന്ന് പറയാൻ നമ്മുടെ പപ്പായയാണ് കേട്ടോ. നമ്മുടെ പപ്പായയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നിവയെല്ലാം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പപ്പായ എന്ന് പറയുന്നത് നമ്മുടെ കൊളാജൻ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പപ്പായ തന്നെയാണ്. മാത്രമല്ല നമ്മുടെ മുഖത്തുണ്ടാവുന്ന സാഗിങ്ങും ചുളിവുകളൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും നമ്മുടെ പപ്പായ സഹായിക്കുകയെ. അതായത് ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ വീട്ടിലുള്ള പപ്പായ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പപ്പായയാണ്. രണ്ടാമത് നമുക്ക് വേണ്ടത് നമ്മുടെ ക്യാരറ്റാണേ. നമ്മുടെ ക്യാരറ്റിലും ധാരാളം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ വെളിച്ചെണ്ണ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും നമ്മുടെ വെളിച്ചെണ്ണ സഹായിക്കുകയും. നാലാമത് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ബാക്കുച്ചിൻ ഓയിലാണേ. ഇതെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റെറ്റിനോൾ എന്ന് പറയാവുന്ന ഒരു എണ്ണയാണ് ബാക്കുച്ചിൻ ഓയിൽ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകളും സാഗിങ്ങും എല്ലാം നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എണ്ണയാണ് ബാക്കുച്ചിൻ ഓയിൽ എന്ന് പറയുന്നത്. ഇത് സാധാരണ അങ്ങനെ ആരും കേട്ടിട്ടില്ല, പക്ഷെ നമ്മളിത് ഓൺലൈനിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ബാക്കുച്ചിൻ ഓയിൽ.
അപ്പോൾ ഇത്രയും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ചെറുതായി കട്ട് ചെയ്ത പപ്പായയും ക്യാരറ്റും നമുക്ക് എടുക്കാം. അതായത് ആദ്യം ആവശ്യമുള്ള ചെറുതായിട്ട് കട്ട് ചെയ്ത പപ്പായയും അതുപോലെ തന്നെ ക്യാരറ്റും ആണ്. കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ കഴുകാൻ വേണ്ടിയിട്ട് മറക്കരുത് നിങ്ങൾ. നമ്മുടെ പപ്പായയിൽ പാപ്പിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പപ്പായയിലുള്ള പാപ്പിൻ എന്ന് പറയുന്ന എൻസൈം. നമ്മുടെ ക്യാരറ്റിലാണെങ്കിൽ പിന്നെ പറയേണ്ട വൈറ്റമിൻ എ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് ധാരാളം ഉണ്ട്. നമ്മുടെ ക്യാരറ്റ് നമ്മുടെ സ്കിന്നിന് നല്ല യുവത്വം നൽകാനും അതുപോലെ തന്നെ നല്ല തിളക്കം നൽകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന പപ്പായയും ക്യാരറ്റും മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ല, നല്ല പേസ്റ്റ് രൂപത്തിലാണ് നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ പപ്പായയിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിത് നല്ല രീതിയിൽ അരച്ചെടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അരച്ചെടുത്ത പേസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണയിലിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കണം. നമുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നാടൻ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വെളിച്ചെണ്ണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹൈഡ്രേഷൻ നിലനിർത്താനും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ്നസ് നൽകാനും സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് നൽകാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ വെളിച്ചെണ്ണ. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പപ്പായയുടെയും ക്യാരറ്റിൻ്റെ പേസ്റ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ചൂടാക്കിയെടുക്കാം. ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഇളക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ഇത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് അമിതമായിട്ട്, അതായത് കൂടുതൽ നേരം നമ്മളിത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് മറന്നു പോകരുതേ. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അരിച്ച് മാറ്റാമേ. അരിച്ച് മാറ്റുന്ന സമയത്ത് നമ്മൾ എണ്ണയില്ലേ നല്ല ഗോൾഡൻ യെല്ലോ കളറിൽ കിട്ടുവേ. എണ്ണയിൽ നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ക്യാരറ്റിൻ്റെ അതായത് പപ്പായയുടെയും നല്ല ഒരു എസൻസ്, അതായത് എല്ലാ ഗുണങ്ങളും ഈ എണ്ണയിൽ രണ്ട് പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒത്തുചേരുമ്പോൾ കിട്ടുന്ന ഒരു പവർഫുൾ മാജിക്കൽ എണ്ണയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതൊരു ബൗളിലേക്ക് ഒരു 4 ടീസ്പൂൺ അലോവേര ജെൽ എടുക്കുക. നമ്മുടെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ തരാനും അതുപോലെ തന്നെ സാഗിങ് തടയാനും ചുളിവുകളൊക്കെ മാറ്റാനും നമ്മുടെ പാടുകൾ മാറ്റാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് അലോവേര. ഈ 4 ടീസ്പൂൺ നമ്മുടെ അലോവേര ജെല്ലിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റിൻ്റെയും പപ്പായയുടെയും ഓയിലില്ലേ അത് കുറേശ്ശെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അലോവേര എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിന് ഫ്രഷ് അലോവേര നിങ്ങൾ എടുക്കേണ്ടതില്ല കേട്ടോ. ഫ്രഷ് അലോവേര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന, അതായത് നല്ല ബ്രാൻഡിൻ്റെ അലോവേര ജെല്ല് നമ്മൾ ചോദിച്ച് മേടിക്കുക. ആ ഒരു അലോവേര ജെല്ല് മാത്രമേ ഇത് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാവേ. കാരണം ഇത് നമ്മൾ കുറച്ച് ദിവസം സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫേസ് പാക്കാണ്. അതുകൊണ്ട് നമ്മൾ നാച്ചുറലായിട്ട് അലോവേര എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ ദിവസം പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മുടെ അലോവേര ആണെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ ഫ്രഷ് അലോവേരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചില ആൾക്കാർക്ക് ചെറിയ ചൊറിച്ചിലൊക്കെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പപ്പായയുടെയും ക്യാരറ്റിൻ്റെയും എണ്ണയിലേക്ക് നമ്മൾ അലോവേര ജെൽ ആഡ് ചെയ്തില്ലേ അത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതായത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. നമുക്ക് കിട്ടുന്ന ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിട്ടായിരിക്കുമേ. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ഡ്രോപ്പ് ബാക്കുച്ചിൻ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കുച്ചിൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആന്റി ഏജിങ് ഓയിലാണ് കേട്ടോ. ഇത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ, ചുളിവുകൾ, സാഗിങ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണയാണ് ബാക്കുച്ചിൻ ഓയിൽ എന്ന് പറയുന്നത്. നാച്ചുറൽ റെറ്റിനോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഓയിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 3-4 ഡ്രോപ്പ് ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ മാജിക്കൽ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ 1 മാസം വരെയൊക്കെ നമുക്ക് ഏകദേശം വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാവേ. അതിനായിട്ട് നമ്മുടെ മുഖം നല്ലവണ്ണം വാഷ് ചെയ്യുക, ക്ലെൻസ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം നമ്മളൊരു കോട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുന്ന സമയത്ത് സെക്കൻഡ് കോട്ടും കൂടെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തിക്ക് ലെയർ ആയിട്ടാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മുഖം കഴുകി കളയാവുന്നതാണ്. വൈകുന്നേരങ്ങളിലാണ് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ച സമയം എന്ന് പറയുന്നത്. ഇത് അപ്ലൈ ചെയ്ത് കഴുകി കളഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്കിൻ കെയർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് പരിചയപ്പെട്ടത്. ഒരു ദിവസം കഴിയും തോറും നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ചുളിവും സാഗിങ്ങും എല്ലാം കണ്ണിനടിയിലെ കറുത്ത പാടുകളെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഫേസ് പാക്ക്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും കുറഞ്ഞത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് കൊണ്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു 4 ദിവസം നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ചുമ്മാ നമ്മൾ വില കൂടിയ ഫേസ് പാക്ക് കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നമുക്ക് നാച്ചുറലായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ബാക്കുച്ചിൻ ഓയിൽ മാത്രമാണ്. ബാക്കുച്ചിൻ ഓയിലിന് പകരമായിട്ട് നമുക്ക് ഒലീവ് ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് അതും ആ പ്രശ്നം നമുക്കിവിടെ സോൾവ് ആക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.